Hello everyone, welcome to Commerce Classroom. Functions of Management എന്ന ഭാഗത്ത് ഇനി വരുന്ന രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ഓർഗനൈസിങ്. പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ ഡീപ്പായിട്ട് അതിന്റെ മീനിങ്ങും സ്റ്റെപ്സും നമ്മൾ പറഞ്ഞു. ഇനി ഓർഗനൈസിങ് എന്താണ്, ഇനി ഇതുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറയാം. എന്താണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്? അതിന്റെ മീനിങ് ഒന്ന് നോക്കാം നമുക്ക്. ഇറ്റ് ഇൻവോൾവ്സ് arranging and structuring resources, tasks and people within an organization. ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അവിടുത്തെ റിസോഴ്സസ്, ടാസ്ക് മീൻസ് അവിടുത്തെ ജോബ്, അതുപോലെ തന്നെ പീപ്പിൾ, എംപ്ലോയീസിനാണ് പറയുന്നത്. അതൊക്കെ അറേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ത് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിൽ ഒരുപാട് റിസോഴ്സുകൾ ഉണ്ടാവും അല്ലെ, ആ റിസോഴ്സുകൾ ഒന്ന് അറേഞ്ച് ചെയ്യുക, ഒരു സ്ട്രക്ചർ കൊണ്ടുവരിക സ്ഥാപനത്തിൽ. അതുപോലെ പീപ്പിൾ, ആളുകൾ, എംപ്ലോയീസ്, ഏത് പോസ്റ്റിലേക്ക് ഏത് എംപ്ലോയീസിനെ കൊണ്ടുവരണം, ഒരു സ്ട്രക്ചർ, ഏത് രീതിയിലായിരിക്കണം കമ്മ്യൂണിക്കേഷൻ പോവേണ്ടത്. അതുപോലെ തന്നെ അവിടുത്തെ ടാസ്ക്, അവിടുത്തെ വർക്ക് ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യണം, സ്ട്രക്ചർ ചെയ്യും എന്നുള്ളതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് വർക്ക്സ് ടു ബി പെർഫോംഡ്. ഒരു സ്ഥാപനത്തിൽ ഏതൊക്കെ രീതിയിലുള്ള വർക്കാണ് ഉള്ളത് അതൊക്കെ ഗ്രൂപ്പ് ചെയ്യുക, അതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു പ്രോസസ്സാണ് എന്ത് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി. അതോറിറ്റിയും അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റിയും, ആർക്ക് ഓർഡർ കൊടുക്കണം, അതുപോലെ തന്നെ ആരൊക്കെയാണ് ഒരു വർക്ക് റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ രൂപത്തിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ഫോർ ദ പർപ്പസ് ഓഫ് എനേബിളിംഗ് പീപ്പിൾ ടു വർക്ക് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി. അതുപോലെ തന്നെ എംപ്ലോയർ റിലേഷൻഷിപ്പും അതുപോലെ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. സിംപ്ലി അറേഞ്ചിങ് ആൻഡ് സ്ട്രക്ചറിങ് ഓഫ് റിസോഴ്സസ്, ടാസ്ക്, പീപ്പിൾ ആൻഡ് ഓൾസോ ഐഡന്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് വർക്ക് ടു ബി പെർഫോംഡ്. അതാണ് സിമ്പിൾ ആയിട്ട് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റെപ്പാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ്. ഒരു സ്ഥാപനത്തിലെ വർക്ക്, അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. ദെൻ രണ്ടാമത്തേതാണ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ദെൻ അസൈനിങ് ഡ്യൂട്ടീസ് ടു ഇൻഡിവിജ്വൽ. അതിനുശേഷം ഓരോ ഇൻഡിവിജ്വൽസിനും, ഓരോ എംപ്ലോയീസിനും ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ടു ഈച്ച് പൊസിഷൻ. ഓരോ പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾക്കും അവിടുത്തെ ഒരു അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക, എന്താണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കൊടുക്കുക. ദ ലാസ്റ്റ് വൺ എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്സ്. അതുപോലെ തന്നെ സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. ആർക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ആർക്കാണ് ഓർഡർ ചെയ്യേണ്ടത്, ആരടുത്തു നിന്നാണ് റിപ്പോർട്ട് കളക്ട് ചെയ്യേണ്ടത് തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഓർഗനൈസിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റെപ്പ്. അതിന്റെ ഒരു പ്രോസസ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് പറ്റും. ഓർഗനൈസിങ് എന്ന ഭാഗത്ത് നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗനൈസേഷൻ. പ്രധാനമായിട്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഒന്ന് ഫോർമൽ ഓർഗനൈസേഷൻ, ദെൻ സെക്കൻഡ് വൺ ഇൻഫോർമൽ ഓർഗനൈസേഷൻ. നമ്മൾ ഈ ടോപ്പിക്ക് അതിനുശേഷം ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറയുന്നുണ്ട്. അത് കുറച്ചും കൂടെ നാരോ സെൻസിലാണ് പറയുന്നത്. ഇത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ആർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ആ ഒരു ലെവലിലാണ് നമ്മൾ ഇത് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, ഫോർമൽ ഓർഗനൈസേഷൻ. It is an organizational structure which clearly defines the duties, responsibility, authority and relationship as prescribed by the top management. ഈ ഒരു ഓർഗനൈസേഷണൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ പറയുന്നത് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും, ആ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിന്റെയും ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, സുപ്പീരിയർ ആരാണ്, സബോർഡിനേറ്റ് ആരാണ് എന്ന് ആ ടോപ്പ് മാനേജ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. It represents the classification of activities within the enterprises
indicate who report to whom and explain the vertical flow of communication which connect the chief executive to the ordinary workers. ഈ ഒരു ഫോമൽ ഓർഗനൈസേഷൻ സിസ്റ്റത്തിൽ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കും. ഇവിടെ സബോർഡിനേറ്റും ഇവിടെ സുപ്പീരിയർ ഉണ്ടെങ്കിൽ ഈ ഒരു സബോർഡിനേറ്റ് ഏത് സുപ്പീരിയറിനാണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഒരു സുപ്പീരിയർ ആയ ഒരു എംപ്ലോയി സബോർഡിനേറ്റ് ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടീസ് കൈമാറേണ്ടത്, റെസ്പോൺസിബിലിറ്റി എങ്ങനെയൊക്കെയാണ്, അതോറിറ്റി എന്തൊക്കെയാണ് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ആർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ സിസ്റ്റം അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഫോമൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജസ്: ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ, എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ആരോടൊക്കെയാണ് റെസ്പോൺസിബിൾ ആവേണ്ടത്. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറോട് ഏത് സുപ്പീരിയറോടാണ് റെസ്പോൺസിബിൾ ആവുന്നത്, ദെൻ അതോറിറ്റി ഒക്കെ ഫിക്സഡ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ദെൻ ക്ലാരിറ്റി ഓഫ് ഡ്യൂട്ടീസ്. ഡ്യൂട്ടീസിന് കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടാവും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡ്. ഇത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, യൂണിറ്റി ഓഫ് കമാൻഡ്, വൺ മാൻ വൺ ബോസ്. ഒരു സബോർഡിനേറ്റ് ഒരാളടുത്ത് നിന്ന് മാത്രമേ, ഒരു സുപ്പീരിയർ അടുത്ത് നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാൻ പാടുള്ളൂ. ദെൻ അയാൾ അക്കൗണ്ടബിൾ അയാളോട് മാത്രം, തന്റെ സുപ്പീരിയറോട് മാത്രമേ അയാൾ അക്കൗണ്ടബിൾ ആവാനായിട്ട് കഴിയുള്ളൂ. അയാളോട് മാത്രം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ഒക്കെ നമുക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ആ ഒരു സബോർഡിനേറ്റ് സുപ്പീരിയർക്ക് മാത്രമേ പറ്റുള്ളൂ. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ദെൻ ഹെൽപ്ഫുൾ ഇൻ അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്സ്. നമുക്ക് പെട്ടെന്ന് തന്നെ ലക്ഷ്യം കൈവരിക്കാനായിട്ട് പറ്റും. ദെൻ പ്രൊവൈഡ് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൺവീനിയന്റ് ലൊക്കേഷൻ, ദെൻ ലീഗൽ സപ്പോർട്ട് തുടങ്ങിയതാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഡിലേ ഇൻ ആക്ഷൻ. ഒരു തീരുമാനമെടുക്കാൻ ചിലപ്പോൾ ഡിലേ വന്നേക്കാം. ഇപ്പോ ഒരു സ്ഥാപനത്തിൽ ഏറ്റവും താഴെയുള്ള ഒരു എംപ്ലോയി അയാൾക്ക് ഏറ്റവും മാനേജ്മെന്റിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹയറാർക്കി കഴിയണം അല്ലെ. ഏറ്റവും താഴെയുള്ള അയാൾ സബോർഡിനേറ്റ് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു സൂപ്പർവൈസർ ആണെങ്കിൽ അയാളോട് പറയണം, ആ സൂപ്പർവൈസർ തന്റെ മേലെയുള്ള മാനേജറോട് പറയണം, ദെൻ മാനേജർ അതിന്റെ മേലെയുള്ള സുപ്പീരിയറോട് പറയണം, ദെൻ അയാൾ നേരിട്ട് മാനേജിംഗ് ഡയറക്ടറോട് പറയണം. അപ്പൊ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ഒരുപാട് ഡിലേ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഫോമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഒരു പ്രത്യേകത. ദെൻ ലാക്ക് ഓഫ് ഇനീഷ്യേറ്റീവ് കുറവായിരിക്കും അല്ലെ, കാരണം താഴെ തട്ടിലുള്ളവർക്ക് ഒരു ഒപ്പീനിയൻ പറയാനോ ഒന്നുമില്ല. അവരുടെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം സുപ്പീരിയർ എന്താണോ പറയുന്നത് അത് കേൾക്കുക എന്നുള്ളതിൽ ഇത് മാത്രമേ ഉള്ളൂ. ദെൻ ഇഗ്നോർ ഹ്യൂമൻ എലമെന്റ്സ് ഒക്കെ ഇഗ്നോർ ചെയ്യും. അവരുടെ സജഷൻസോ മറ്റുള്ള കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ആ ഒരു സിസ്റ്റത്തിലൂടെ മാത്രം, ഒരു ഹയറാർക്കി സിസ്റ്റത്തിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഇതാണ് ഫോമൽ ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. It is an organizational structure which establishes the relationship on the basis of the likes and dislikes of officers without considering the rules, regulations and procedures. ഒരു സ്ഥാപനത്തിലെ റൂൾസും റെഗുലേഷൻസും പ്രൊസീജിയേഴ്സും ഒന്നും കൺസിഡർ ചെയ്യാതെ അവരുടെ ഇഷ്ടാനുസരണത്തിനനുസരിച്ച് ഈ റിലേഷൻഷിപ്പ്, സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന ആ ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഹയറാർക്കി ഒന്നും ഉണ്ടാവില്ല. അവിടെ എന്താ ഉണ്ടാവുക? ഫ്രണ്ട്ഷിപ്പ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് കോൺഫിഡൻസ് ആർ സം ഓഫ് ദ റീസൺസ് ഫോർ എക്സിസ്റ്റിംഗ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിലൊക്കെ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുക അല്ലെ. ഇപ്പൊ താഴെ തട്ടിലുള്ള ഒരു എംപ്ലോയിക്ക് മാനേജ്മെന്റിലെ ഒരാളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ബന്ധം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹയറാർക്കി നോക്കാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, കാര്യങ്ങളൊക്കെ പറയാം. ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. നമ്മളൊരു ഹയറാർക്കി ഫോളോ ചെയ്യാതെ നമ്മുടെ ബന്ധത്തിന്റെയും ഫ്രണ്ട്ഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ റൂൾസും റെഗുലേഷൻസും ഒന്നും നോക്കാതെ നമ്മുടെ ഇഷ്ടാനുസരിച്ചാണ് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം. അതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ അല്ലെ, വളരെ പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹയറാർക്കി ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
ഒരാൾക്ക് താഴെ തട്ടിലുള്ള ഒരു എംപ്ലോയിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പെട്ടെന്ന് ആക്ഷൻ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഫുൾഫിൽ സോഷ്യൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ഇൻ അച്ചീവിങ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, വളരെ പെട്ടെന്ന് ആക്ഷൻ എടുക്കാം, അതുപോലെ തന്നെ ആ ലക്ഷ്യം കൈവരിക്കാനായിട്ട് പറ്റും. എന്തെങ്കിലും പ്രോബ്ലംസ് ഗ്രീവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ സൊല്യൂഷൻ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റും. ഒരുപാട് അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ദെൻ ഡിസഡ്വാൻറ്റേജസ് നോക്കാം നമുക്ക്. റെസിസ്റ്റൻസ് ടു ചേഞ്ച്, നമുക്കൊരു തടസ്സം ഉണ്ടാവും. സ്പ്രെഡ് ഓഫ് റൂമേഴ്സ്, ചിലപ്പോൾ റൂമേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ നുണ പറയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അല്ലേ, നമുക്ക് പറഞ്ഞ് പരത്താനൊക്കെ പറ്റും. ദെൻ പ്രഷർ ഓഫ് ഗ്രൂപ്പ് നോംസ്, ചിലപ്പോൾ പ്രഷറൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ഡിസഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഫോർമൽ എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗനൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് അടുത്ത വീഡിയോ ക്ലാസ്സിലൂടെ പറയാം. ഓക്കെ, താങ്ക് യു ഓൾ.